ഗൗതം, ഡൽഹിയിലെ അജണ്ട ആയിരുന്നു ഗൗതമിന്റെ ആദ്യത്തെ ലൈവ്. പാർലമെന്റിലെ ബജറ്റ് ചർച്ച മറ്റെന്തെങ്കിലും ഉണ്ടോ? രാഹുൽ ഗാന്ധിയുമായി കർഷക നേതാക്കൾ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നമുക്കറിയാം 2021 ഈ കർഷക സമരം എന്ന പേരിൽ ആരംഭിച്ച സമരപരിപാടികൾ പിന്നീട് അത് കലാപമായി മാറുകയും റിപ്പബ്ലിക് ദിനത്തിൽ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയരേണ്ട സ്ഥലത്ത് ഖാലിസ്ഥാൻ പതാക ഉയർത്തിയ സംഭവമൊക്കെ അറിയാവുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സംഘടനകൾ ശ്രമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി രാജ്യവ്യാപകമായി ട്രാക്ടർ റാലി നടത്തുമെന്ന് കർഷക നേതാക്കൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്നത്. വീണ്ടും ഒരു സംഘർഷത്തിന് ഇത്തരം സംഘടനകൾ ശ്രമിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതുകൂടാതെ ശക്തമായ മഴ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ പ്രളയത്തിലേക്കും മറ്റും നയിക്കുന്ന രീതിയിലുള്ള മഴക്കെടുതി കൂടി തുടങ്ങുന്നുണ്ട്. ശരി, ഗൗതമിന്റെ പിന്നിൽ ഗൗതമിനെ ആദ്യം കാണുമ്പോൾ കുടയില്ലായിരുന്നു. പെട്ടെന്ന് ഗൗതം കുട ചോദിക്കുന്നത് കാണാമായിരുന്നു ഫ്രെയിമിൽ തന്നെ. ഗൗതം, തിരികെ എത്താം ഹാപ്പനിങ് ഹൗസിൽ. കോഴിക്കോട് നിന്ന് ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, നമുക്കറിയാം കോഴിക്കോട് അർജുന്റെ വീട്ടിലാണ് ഉള്ളത്. എങ്കിലും ദിസ്ന, മറ്റു കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് റീജിയനിൽ നിന്നുള്ള ന്യൂസ് അജണ്ട. വീണ, പ്രദീപ്, പ്രധാനമായും അർജുനായുള്ള കാത്തിരിപ്പ് തന്നെയാണ് 9ാം ദിവസത്തിലേക്ക് എത്തി. ശുഭപ്രതീക്ഷയോടെ ഷിരൂരിൽ നിന്നൊരു ശുഭവാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയും ആശ്വാസവുമാണ് ഈ കുടുംബത്തിനുള്ളത്. കൂടാതെ തന്നെ PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് BJP നടത്തുന്ന ഒരു മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ സേവ് അർജുൻ ഫോറം കോഴിക്കോട് ലോറി ഡ്രൈവർമാരുടെ ദുരിതങ്ങളൊക്കെ തന്നെയും മുന്നിൽ കാട്ടിക്കൊണ്ടും അർജുന്റെ രക്ഷാപ്രവർത്തനം വൈകിയത് സംബന്ധിച്ചൊരു പ്രതിഷേധ ധർണ കോഴിക്കോട് കളക്ട്രേറ്റിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിപ്പ ഒഴിയുന്നോ ആശങ്ക ഒഴിയുന്നോ അവലോകന യോഗവും ഇന്ന് ചേരും. ഇതൊക്കെയാണ് കോഴിക്കോട് റീജിയനിൽ ഇന്ന് പ്രധാനമായും ഉള്ളത്. വളരെ സമഗ്രം അല്ലേ, ആൻഡ് ഫാസ്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠമുണ്ട്. അഖിൽ, എന്താണ് തിരുവനന്തപുരത്തെ അതുപോലെ ഈ മേഖലയിലെ ന്യൂസ് അജണ്ട? ഇന്ന് പ്രധാനമായി നടക്കാൻ പോകുന്നത് കോഴിക്കോടുള്ള അർജുനെ കർണാടകയിൽ കാണാതായാൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി സമരത്തിന് രംഗത്തേക്ക് എത്തുകയാണ്. NDAയുടെ നേതൃത്വത്തിൽ രാവിലെ 10:30-നാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു ധർണ, അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തു വരാനുള്ള ഒരു സാധ്യതയും തിരുവനന്തപുരത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വാർത്തകളാണ് പ്രദീപ് ഇന്ന് തിരുവനന്തപുരം മേഖലയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യത. ശരി, അഖിലാണ്. കൊച്ചിയിൽ കിരൺകുമാർ ഉണ്ടോ? കൊച്ചിയിൽ നിന്ന് ബീന ചേച്ചിയാണ്. ബീന ചേച്ചി, നമസ്തേ. പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. എന്താണ് കൊച്ചി മേഖലയിലെ ന്യൂസ് അജണ്ട? സർ, ഇന്ന് പ്രധാനമായും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്നുള്ളതാണ്. അതിന് പശ്ചാത്തലം ഒരുങ്ങിയത് കൊച്ചിയിലാണെന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതായത് 2017 നടിയെ ആക്രമിച്ച നടിയെ പാതിരാത്രിയിൽ നടിയെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വണ്ടിയിൽ വെച്ച് ഒരു നടി ആക്രമിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് സിനിമാ മേഖലയിലെ ഷൂട്ടിംഗ് സ്ഥലം അടക്കമുള്ള സ്ഥലങ്ങളിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയായി. അതിൻ്റെ ഭാഗമായി WCC എന്നൊരു കൂട്ടായ്മ തന്നെ രൂപം കൊണ്ടു. അവർ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു നിവേദനത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. ആ കമ്മിറ്റിയിൽ സ്ത്രീകൾ നേരിടുന്ന, സിനിമാ മേഖലയിൽ പ്രധാനമായും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നൊരു ദൗത്യത്തോടെയാണ് ആ കമ്മിറ്റി രൂപീകരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 4 വർഷം മുമ്പ് തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിയായിരുന്നു. എന്നാൽ സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. കാരണം അതിൽ പ്രമുഖരായ പലരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള ഒരു നിഗമനമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചയായത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഏതാണ്ട് 62ഓളം പേജുകൾ ഒഴിവാക്കി 233 പേജുകൾ ആണ് ഇന്ന് പുറത്തുവിടാൻ ഒരുങ്ങുന്നത്. അത്
അത് തന്നെ വീണ്ടും സമയം ചോദിക്കുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. എന്തായാലും 5 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. അവരുടെ അപേക്ഷ പ്രകാരമാണ് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരുങ്ങുന്നത്. വീണ്ടും റിപ്പോർട്ട് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കണക്ക് പ്രകാരം ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പുറത്ത് വരുമെങ്കിൽ എപ്പോൾ വരും? കാര്യം ആദ്യം രാവിലെ എന്ന് പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നു, ഇപ്പോൾ വൈകുന്നേരം എന്ന് പറയുന്നു. അതിലൊരു അനിശ്ചിതത്വം തീർച്ചയായിട്ടും ഇപ്പോഴും ആ അനിശ്ചിതത്വം അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്ന് തുടങ്ങി ഈ അനിശ്ചിതത്വം ഉണ്ട്. പക്ഷെ അത് വലിയ ചർച്ചയാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലേ?